അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. എന്താണ് ചോദ്യം? ശ്രദ്ധിക്കുക. I equal to capital A എന്ന് പറയുന്നത് I2 minus 2 M into M transpose, where M is a real matrix of order 2/1 എന്ന ഓർഡറാണ്. മാത്രമല്ല M transpose M എപ്പോഴും ഐഡന്റിറ്റി മെട്രിക്സ് I1. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസുകളുണ്ട് എന്നൊന്ന് നോക്കാം. എ എന്ന് പറയുന്നത് I2 minus 2 M M transpose, അതാണ് എ എന്ന് പറയുന്നത്. M transpose M എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് I1. പിന്നെ ലാംഡ എന്ന് പറയുന്നത് ഇസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് ദ റിലേഷൻ AX equal to lambda x holds for some non-zero real matrix of order AX equal to lambda x. Non-zero real matrix ആണ്. A 0 അല്ല, റിയൽ എൻട്രീസ് ആണുള്ളത്. 2/1 ആണ് അതിൻ്റെ ഓർഡർ. ഇതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ട പ്രധാന പോയിന്റ്സുകൾ. എ എന്ന് പറയുന്നത് I2 minus 2 M M ട്രാൻസ്പോസ് ആണ്. M ട്രാൻസ്പോസ് ഇൻറ്റു M I1 ആണ്. ലാംഡ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണ്. എങ്ങനെയുള്ള റിയൽ നമ്പർ? AX ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് ഒരു നോൺ സീറോ റിയൽ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വാല്യൂസുകൾക്ക് ഈ സിറ്റുവേഷൻ ട്രൂ ആയിരിക്കുമോ ആ വാല്യൂസ് ഓഫ് ലാംഡയുടെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. ഈ പറയുന്ന സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ എം ട്രാൻസ്പോസ് ഉള്ള എക്കകത്ത് M ട്രാൻസ്പോസ് M I1 കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അതുമായിട്ട് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിനെ ആദ്യം ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കാരണം സ്ക്വയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ M ട്രാൻസ്പോസ് M അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ദറ്റ് വിൽ ബി I2 minus 2 M M ട്രാൻസ്പോസ് ഇൻറ്റു I2 minus 2 M M transpose. Remove the bracket. I2 square എന്ന് എഴുതേണ്ട ആവശ്യമില്ല. I2 minus 2I2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. M M transpose. വീണ്ടും minus 2 M M transpose plus 4 M M transpose. അങ്ങനെ സംഭവിക്കുന്നു. സോ ഇത് രണ്ടും സെയിം ആണ്. ഇതും -4M ട്രാൻസ്പോസ് ആണ്. ഇത് രണ്ടും ഇതുകൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് അതാണ് I2 A സ്ക്വയർ ഈക്വൽ ടു I2 എന്ന് കിട്ടും. ഇനി നമുക്ക് AX ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. AX ഈക്വൽ ടു ലാംഡ എക്സ്. ഈ AX ഈക്വൽ ടു ലാംഡ എക്സിൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ എ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ യു ക്യാൻ ഹാവ് A സ്ക്വയർ എക്സ് ഈക്വൽ ടു A ലാംഡ എക്സ്. വാട്ട് ഈസ് എക്സ്? A സ്ക്വയർ. A സ്ക്വയറിന് പകരം നമുക്ക് I2 എന്ന് കൊടുക്കാം. അപ്പോൾ I2 എക്സ് 2/1ൻ്റെ I2 എന്ന് പറഞ്ഞാൽ 2/2 ആയിട്ടുള്ള ഇറ്റ് ഈസ് 2/2 ആയിട്ടുള്ള എന്താണ് യൂണിറ്റ് മെട്രിക്സ് ഈക്വൽ ടു എക്ക് പകരം I2 എക്സ് ഈക്വൽ ടു നമുക്ക് A ലാംഡ എക്സ് എന്നുള്ളതുമ്പോൾ വട്ട് യു ഗെറ്റ് ഈസ് നമ്മുടെ കണ്ടീഷൻ അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. A ലാംഡ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ദറ്റ് ഈസ് AX. സോ യു ക്യാൻ ഹാവ് A ലാംഡ എക്സ് എന്നുള്ളതിന് ലാംഡ ഓഫ് AX എന്ന് നമുക്ക് എഴുതാം. കാരണം സ്കലാർ പ്രോഡക്റ്റ് നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാം. അപ്പോൾ AXന് പകരം വീണ്ടും ലാംഡ എക്സ് കൊടുത്താൽ ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് I2 എക്സ് ഈസ് വാട്ട് എക്സ് ഇറ്റ് സെൽഫ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ ഇംപ്ലൈസ് എക്സ് ഇൻറ്റു 1 മൈനസ് ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ മെട്രിക്സ്. സീറോ എന്നല്ല, സീറോ മെട്രിക്സ് ഓപ്പറേഷൻസ് ആണല്ലോ. അപ്പോൾ ഇവിടെ എക്സ് ഒരിക്കലും സീറോ മെട്രിക്സ് അല്ല.
So the only possibility is 1 minus lambda square equal to 0. That gives lambda equal to plus or minus 1. Therefore, sum of squares 1ന്റെ സ്ക്വയറും മൈനസ് 1ന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പോൾ എനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് എ സ്ക്വയർ i2 ആയിട്ട് ലഭിക്കുന്നത്. വീണ്ടും എ എക്സ് ഈക്വൾ ടു ലാംഡ എക്സിൽ എ കൊണ്ട് എ സ്ക്വയർ കൊണ്ടുവരുന്നു. നമ്മൾ പുതുതായി കണ്ടെത്തിയ എ സ്ക്വയറിനെ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ കൊണ്ട് എ സ്ക്വയർ എക്സ് ഈക്വൾ ടു, അപ്പോൾ നമുക്ക് എന്തെഴുതാം, എ ലാംഡ എക്സ് ആൻഡ് ദാറ്റ് ക്യാൻ ബി കമ്മ്യൂട്ടഡ് ആസ് ലാംഡ സ്കലാർ ആണല്ലോ, ലാംഡ എ എക്സ്. ആ എ എക്സിന് പകരം വീണ്ടും ലാംഡ എക്സ് എഴുതുമ്പോൾ what we get is x equal to lambda x square എന്ന് കിട്ടുന്നു. അതിൽ നമുക്ക് സോൾവ് ചെയ്താൽ ലാംഡയുടെ പോസിബിൾ വാല്യൂസുകളാണ് പ്ലസ് ഓർ മൈനസ് 1. അങ്ങനെ വരുമ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ലാംഡ വാല്യൂസ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഇൻഡിജർ വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം, 2 ആയിട്ട് എടുക്കാം. ആൻസർ യെസ് 2 ആണ് ആൻസർ.